തീർച്ചയായും. കാരണം ഇന്നത്തെ ഒരു രാത്രിയോട് കൂടി തന്നെ ഇതിനൊരു കൃത്യമായ ചിത്രം വ്യക്തമാകും. കാരണം ഇറാൻ ഈ ആക്രമണം നടത്തി പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്ന ഒരാളെയും പണ്ടത്തെ പോലെ ഇടിച്ചു ഓടിക്കളയുക എന്നുള്ള പരിപാടി നടക്കില്ല എന്നുള്ളതാണ് അവർ കുറച്ചു മുമ്പ് പ്രതികരിച്ചത്. ഞങ്ങളെ തൊടുന്നവരെ ഞങ്ങൾ തിരിച്ച് തൊട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിരിക്കുന്ന ഒരു മറുപടിയാണ് ഇറാൻ നൽകുന്നത്. ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തോടു കൂടി ഇറാൻ ഇത് അവസാനിപ്പിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും സിറിയ, ഇറാഖ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഇറാൻ ഇനി പ്രതികരിക്കാനുള്ള സാധ്യത ഒരു പക്ഷേ US ഇതിന് തിരിച്ചടിക്കുമോ എന്ന് നോക്കിയിട്ടായിരിക്കും. ഒരു പക്ഷേ US തിരിച്ചടിച്ചിട്ടില്ല എങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ നിലവിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഈ വിമാനവുമായി ബന്ധപ്പെട്ടായിരിക്കും, അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം മലയാളികളടക്കം ആയിരങ്ങളാണ് ഓരോ ദിനവും വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പോവുകയും തിരികെ വരികയും ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു വെക്കേഷൻ സമയങ്ങളിലേക്ക്, സ്കൂൾ അവധിയിലേക്ക് പ്രവേശിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു സമയത്തിലേക്ക് കൂടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ, ഇപ്പോൾ ഖത്തർ എയർവേസും മറ്റുമൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ വ്യോമപാത തുറക്കുന്ന മുറക്ക് തന്നെ ഉടനടി വിമാന സർവീസുകൾ പഴയപടി ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല ഫ്ലൈറ്റ് റഡാർ രേഖകൾ പ്രകാരം നേരത്തെ പല വിമാനങ്ങളും ഈ റൂട്ട് മാറി സഞ്ചരിച്ചിരുന്നു, പല വിമാനങ്ങളും തിരിച്ചിറക്കിയിരുന്നു. അതെല്ലാം പഴയ പാതയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടും സൂചനകളുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആശങ്കയില്ല. പക്ഷേ ഇറാന്റെയും ട്രംപിന്റെയും പ്രതികരണം ഇതിൽ വളരെ പ്രധാനമാണ്.